ചാനൽ. എൻ്റെ ഈ ഒരു വീട്ടിലിരിക്കുന്ന കോലം കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ എന്താ ഇവളിങ്ങനെ ഒരുങ്ങാണ്ടെല്ലാം ഇൻട്രോ എടുക്കുന്നതെന്നും. ഒരുങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ എൻ്റെ കഴിഞ്ഞ യൂട്യൂബ് ഷോർട്സിൽ പറഞ്ഞായിരുന്നു എനിക്ക് ഇന്ന് ഡാൻസ് ഉണ്ട്, പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ കാണിച്ചു തരാനും ഡാൻസ് പ്രോഗ്രാം കാണിച്ചു തരാനുമാണ് ഞാൻ ഇന്ന് പോകുന്നത്. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചിട്ടായിരിക്കും. പിന്നെന്താ, ഞാൻ ആദ്യം എൻ്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തത്വമസീൻ്റെ ലൈക്ക് ഡാൻസ് ഒരുക്കങ്ങൾ. ഇന്ന് ഞങ്ങൾ കളിക്കാൻ പോകുന്നത് ദേവി മഹാത്മ്യമാണ്. തത്വമസി ഞങ്ങൾക്ക് 2 ഐറ്റം ഉണ്ട്, ഒന്ന് തത്വമസി ഒന്ന് ദേവി മഹാത്മ്യം. സോ ഇന്നത്തെ ഡാൻസ് എന്ന് പറയുന്നത് ദേവി മഹാത്മ്യമാണ്. 1 മണിക്കൂർ നിർത്താതെ കളിക്കുന്ന ഒരു നൃത്തശില്പമാണ്. ആൻഡ് നമ്മൾ 29ാമത്തെ സ്റ്റേജാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. സോ കുറച്ച് ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. 2 ആൾക്കാർ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു. ഒരാൾക്ക് ഹെയർ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാനൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി പോയതാണ്. ഇനി ഒരാളും കൂടി മേക്കപ്പ് ചെയ്യുന്നുണ്ട്, അതിന് ശേഷം ഞാനാണ് ചെയ്യേണ്ടത്. പിന്നെ അവർക്ക് മുടി കെട്ടി കൊടുക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളെല്ലാം ഉണ്ട്. സോ ബാക്കി വിശേഷങ്ങൾ ഞാൻ അവിടെ വെച്ചിട്ട് കാണിച്ചു തരാം. ഇവിടെയില്ല, എൻ്റെ വീട്ടിൻ്റെ മേലെ തന്നെയാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത സെയിം സ്ഥലത്ത് ഒരു കട്ടിലിട്ടിട്ട് അവിടെയാണ് മേക്കപ്പും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. സോ കാണാം. അടുത്ത ആള് വന്നു, കൊക്കച്ചാച്ചി വന്നു. കൊക്കച്ചാച്ചി കേറ് കളിക്കല്ല. കൊക്കച്ചാച്ചിനെ ഫോട്ടോ ജൂലി എൻ്റെ ഒന്നിച്ച് +2 പഠിച്ചതാണ്. വാ 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 കേറ്. അപ്പോൾ നമ്മൾ റെഡി ആവട്ടെ. അങ്ങനെ സെക്കൻഡ് റൗണ്ട് ഓഫ് ഹെയർ സ്റ്റൈലിലേക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഞങ്ങൾ 2 ആൾക്കാർക്ക് ഹെയർ സ്റ്റൈൽ ചെയ്ത് കൊടുത്തു. യൂഷ്വലി മേക്കപ്പിന് ശേഷമാണ് ഞങ്ങൾ ഹെയർ സ്റ്റൈൽ ചെയ്യാറ്. അവർ ഓൾറെഡി മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഹെയർ സ്റ്റൈലെല്ലാം ചെയ്ത് കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു. അടുത്ത ആളെ ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അമ്മ അങ്ങനെ ഞങ്ങളൊന്നിച്ച് ഇതേപോലെ ചില്ലായി കൂളായിട്ടൊന്നും നിൽക്കാറില്ല. അമ്മക്ക് പരിപാടീൻ്റെ സമയത്ത് ഭയങ്കര ടെൻഷനായിരിക്കും. ഒന്നാമത്തെ കാര്യം, ഈ ഒരു പ്രോഗ്രാമിന് ഞങ്ങൾക്ക് 10:30ക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരുപാട് സമയമുണ്ട്. ഞങ്ങൾ 3 o'clockനെങ്ങാണ്ടാണ് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഒരുപാട് സമയമുള്ളതുകൊണ്ട് ഭയങ്കര ചില്ലായി കൂളായിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായത്. അങ്ങനെ എൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഒരാൾക്ക് ചെയ്യാനുള്ളത് ഹാഫ് ആൻ അവറാണ്. ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ ഞാനും ലജേഷേട്ടന് ഈ ലോകത്ത് പറയാനില്ലാത്ത കുറേ കാര്യങ്ങൾ ഞങ്ങൾ പറയും. അതുവരെ ഞങ്ങൾ വെളിങ്ങനെ വർത്താനം പറയാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ ഭയങ്കര ആയിട്ട് എന്തൊക്കെയോ പറയും. അങ്ങനെ ഭയങ്കര കൂളായി ചില്ലായിരിക്കും. അങ്ങനെ എൻ്റെ മേക്കപ്പും എൻ്റെയും കുക്കുവേച്ചിൻ്റെ ഹെയർ സ്റ്റൈലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഷോ ഓഫിന് വേണ്ടി കണ്ണാടീൻ്റെ മുന്നിൽ വന്നിട്ട് നിൽക്കുകയാണ്. കുക്കുവേച്ചിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ആളൊരമ്മയാണ്. ഞങ്ങളൊന്നിച്ച് ഒരുപാട് വർഷമായി ഞങ്ങളൊന്നിച്ച് ഡാൻസിലുള്ളത്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ ഒരു ബെസ്റ്റ് സിസ്റ്റർ എന്നൊരു മൂഡിലാണ്. എനിക്ക് എന്തും പറയാം. എൻ്റെ ഒരു സേഫ് സോൺ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അമ്മമ്മ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തന്നിട്ടുണ്ട്. ഒരുപാട് ഡിഷൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മമ്മേൻ്റെ മെയിനായിട്ടുള്ള ഐറ്റം കൽത്തപ്പൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പിന്നെ റൂമിൽ വന്ന് ഞങ്ങൾ ഡ്രസ്സ് ചെയ്തു. അപ്പോൾ കുറച്ച് ഹെയർ സ്റ്റൈലിന് കുറച്ച് വ്യത്യാസം വന്നുകൊണ്ട് ഞങ്ങൾ അതൊന്നുകൂടി മിനുക്കി പണിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ കണ്ണാടിയും പിന്നെ ക്യാമറയും കണ്ടാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ലല്ലോ. ഞങ്ങളങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് അൾട്ട ഇടണം, ഓർണമെൻറ്റ്സ് ഇടണം, പിന്നെ ലിപ്സ്റ്റിക്ക് ഇടണം, പിന്നീട് കുറച്ച് ടച്ചപ്പ് പരിപാടിയുണ്ട്, അത് ചെയ്യണം. ഓക്കെ ബൈ. അങ്ങനെ ഞങ്ങൾ മേലെ വന്നപ്പോൾ ഇവർ ഓൾറെഡി എല്ലാം സെറ്റായിട്ടിരിക്കുകയാണ്. തൂത്തിയാണ് ഇപ്രാവശ്യത്തെ അൾട്ട സ്പെഷ്യലിസ്റ്റ്. അങ്ങനെ തൂത്തി എല്ലാവർക്കും അൾട്ടിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അമ്മ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് എന്നെ വീഡിയോയിൽ കിട്ടുന്നില്ലല്ലോ, നീ എന്നെ വീഡിയോയിൽ ഇടലേ ഇല്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ഇടയ്ക്ക് കയറി വന്ന് അമ്മേനെയും കുറേ വർത്താനമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആക്ച്വലി കുറേ സ്റ്റേജിന് ശേഷം ഞങ്ങൾ ഇത്ര ചിൽ മൂഡായിട്ട് പോകുന്നുണ്ടായത്. ദിസ് ഈസ് അവർ കോസ്റ്റ്യൂം ആൻഡ് വി ആർ റെഡി. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി ഞങ്ങൾ ഇരുന്നു. ഈ പ്രോഗ്രാം സ്ഥലത്തേക്ക് ഞങ്ങൾക്കൊരു 3/4 മണിക്കൂർ ദൂരമുണ്ട്. അങ്ങനെ എല്ലാ പടകളും ഒരുമിച്ച് ഒരു വാഹനത്തിൽ കയറി ഞങ്ങളിങ്ങനെ ചിൽ മൂഡായിട്ട് പോവുകയാണ്. ചിൽ മൂഡായിട്ട് പോകുന്നതെന്ന് പറയുന്നതല്ല, ഓൾറെഡി ചില്ലാണ്. അങ്ങനെ നമ്മൾ ആ സ്ഥലത്ത് എത്താൻ പോകുമ്പോൾ കാഴ്ച വന്ന് ഞങ്ങളവിടെ ബ്ലോക്കായി.
പിന്നെന്താ, പിന്നെ ഒരു കുട്ടീനെ ഞങ്ങൾ കണ്ട ശേഷം കുട്ടി ഭയങ്കര എക്സൈറ്റഡാ, ഇതെന്താ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര രസമുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. പിന്നെ കുറേ ടാറ്റയൊക്കെ പറഞ്ഞു, ഇങ്ങനെ വണ്ടറടിച്ച് നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഇവിടെ എത്തിയപ്പം കാഴ്ചേൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളും ഉണ്ട്. കാഴ്ച കഴിഞ്ഞ പാട് നമ്മളെ ഡാൻസ് ഉണ്ടാവുന്നതായിരിക്കും. സോ വി ആർ വെയിറ്റിംഗ്. ബാക്കി വിശേഷങ്ങളും ഡാൻസിൻ്റെ ക്ലിപ്സ് എല്ലാം കാണിക്കാം. ഞങ്ങളവിടെ കൃത്യസമയം തന്നെ എത്തി. പിന്നെ ഞങ്ങൾക്ക് കുറേ സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 1 മണിക്കൂർ ഉള്ള നൃത്തശില്പമാണ്, ദേവീൻ്റെ സ്റ്റോറി വരുന്ന ഒരു നൃത്തശില്പമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇത് ഞങ്ങൾ 29ാമത്തെ സ്റ്റേജാണ്. അപ്പം ഇവരാണ് ഞങ്ങൾ ഒന്നിച്ച് കളിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാർ. അപ്പം ഒരുപാട് ടൈം ഞങ്ങൾക്ക് സ്റ്റേജിൻ്റെ ഉള്ളിൽ തന്നെ കവർ ചെയ്യാൻ വേണ്ടി പറ്റി. ഇതാണ് ഞങ്ങൾ മഹിഷാസുരൻ, ഞങ്ങളെ സ്വന്തം മേക്കപ്പ് മാനാണ്. ആൾ ഭയങ്കര ക്രിയേറ്റീവ് മൈൻഡുള്ള ഒരു മനുഷ്യനാണ് കേട്ടോ. ആൾ നാടകമൊക്കെ ചെയ്യാറുണ്ട്, അതേപോലെ നല്ല കഴിവുള്ള നല്ലൊരു മനുഷ്യനാണ് ഞങ്ങളെ ലജേഷ് ഏട്ടൻ. അപ്പം കണ്ട രൗദ്രഭാവമെല്ലാം കാണിച്ച് ഞങ്ങൾ പേടിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ സ്റ്റേജിൽ തന്നെ ഇരുന്നു. കാഴ്ച വരാൻ വേണ്ടി കുറേ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങളവിടെ സ്റ്റേജിലിരുന്ന് വട്ടമേശ സമ്മേളനം എന്നൊക്കെ പറയുന്നില്ല, ഞങ്ങൾ വട്ടത്തിലൊക്കെ ഇരുന്ന്. പിന്നെ സ്റ്റേജിൻ്റെ പുറത്ത് പാട്ടൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പാട്ടും കേട്ട് കുറേ റീൽസ് പാട്ടും എല്ലാം ആയിട്ട് ഫുൾ ചിൽ മൂഡായിരുന്നു ഞങ്ങൾ. അങ്ങനെ എൻ്റെ അനിയൻ എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ നിന്ന് ആരോ എന്നോട് പറഞ്ഞു വെടിക്കെട്ട് നടക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ ഓടിപ്പോയി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഷോർട്സ് എടുത്ത് വെച്ചു. യൂഷ്വലി കണ്ണൂക്കാർക്ക് അറിയാം, ഉത്സവം ഉണ്ടാകുമ്പോൾ വെടിക്കെട്ടും കാഴ്ചയും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾക്ക് കണ്ണൂക്കാർ ഭയങ്കര എന്താ പറയുക, ഒരു പവർ ബൂസ്റ്ററാണ് ഈ പറയുന്ന വെടിക്കെട്ട് ഉത്സവമൊക്കെ. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത്. അങ്ങനെ വെടിക്കെട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു.